ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയത് ഒരു നെതർ പോർട്ടലാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഉണ്ടാക്കാൻ പോണത് ഒരു റെയ്ഡ് ഫാമാണ്. അപ്പോൾ നമുക്ക് റെയ്ഡ് ഫാം ഉണ്ടാക്കാൻ ഞാൻ ഒമ്നിമസ് ബോട്ടിൽ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം കുറേ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ മൊത്തം ഒരു 20 ഒമ്നിമസ് ബോട്ടിലേലും ഉണ്ടാവും. ഞാൻ നോക്കി നോക്കട്ടെ ഇപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്. ഇതാ 10, 11, 16, 17, 18, 19, 20 മേലെ ഉണ്ട്. അപ്പം നമുക്ക് ഇനിയും ഒമ്നിമസ് ബോട്ടിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്നൊരു വില്ലേജറിനെ പിടിച്ചിട്ട് നമ്മൾ ഫാം ഉണ്ടാക്കണം. അതിന് നമുക്ക് കുറച്ച് ഗ്ലാസ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സാൻഡ് മൈൻ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ബ്ലോക്സും ആണ്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. ബ്ലോക്സ് 2 സ്റ്റാക്ക് ഇരുന്നോട്ടെ. ഇത് മതിയോ? ഇതിൽ ഷവലുണ്ടോ? ഒരു ഷവലും ഉണ്ട്. അപ്പം ഇനി നമുക്ക് പോയിട്ട് സാൻഡ് പെയിൻറ് ചെയ്യാം. നമ്മൾ അങ്ങനെ മൈൻ ചെയ്തിട്ട് നമുക്ക് മൊത്തം 52 സാൻഡ് ഇട്ടേക്കണു. ഇനി നമുക്കിത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതൊന്നും വേണ്ട, ഇതിലുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഈ ചെസ്റ്റും ഇതൊക്കെ അത് പറഞ്ഞപ്പോൾ ഓർമ്മ നമ്മളെ കയ്യുണ്ട്. നമുക്കൊരു ഹോപ്പറും പാടിയും ക്രാഫ്റ്റ് ചെയ്യണം. അത് ക്രാഫ്റ്റ് ചെയ്യാൻ മറന്നേ. പിന്നെ ക്യാമ്പ് ഫയറും ക്രാഫ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മളത് ഇങ്ങനെ റെയ്ഡ് ഫാം നടത്താൻ പറ്റൂല വെട്ടിയിട്ട് എക്സ്പിക്ക്. കാരണം നമ്മൾ അങ്ങനെ നടത്തിയാൽ നമുക്ക് എന്താ പറയുക, വെക്സ് വന്നടിക്കും. വെക്സ് വന്നടിച്ചാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. കാരണം അത് അത്രയ്ക്ക് ഇനോയിങ് ആയ ഒരു സാധനമാണ് ഈ വെക്സ്. ആയിട്ടായിരുന്നു ഹോപ്പർ. എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ 1, 1, 1, 1, 1 അതങ്ങനെ തന്നെ. ഇനി നമുക്ക് ഒരു വില്ലേജറിനെ പിടിക്കണം. വില്ലേജറിന് നല്ല സന്തോഷം ഉണ്ടാവും. ആ ഇടുങ്ങി പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരാൾ പോയാൽ തന്നെ. അതോ ക്ലച്ച് ചെയ്തു അങ്ങനെയായിട്ട്. ഇനി ബേദിന്ന് ഒരാൾ നമ്മളെ എങ്ങനെയും പിടിച്ച് പുറത്തേക്ക് ഇറക്കണം. കണ്ടോ, സഫക്കേറ്റ് ആവുക. ഇനി ബോട്ട് ഇവിടെ എടുത്ത് പ്ലേസ് ചെയ്യുക. ഈ സാധനം ഒരു തുള്ളിലൂടെ അങ്ങോട്ട് നീക്കുക. അയ്യോ, അതതിൽ കയറിയില്ല. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൽ കാരണമൊന്നുമില്ല. അതിനെ നമുക്ക് പിടിക്കാണേ ഉള്ളൂ. ഇങ്ങനെ ഇടുക പോരെ. എങ്ങനെയല്ലോ ഇതിനെ പിടിക്കട്ടെ. ഇതങ്ങോട്ട് ഓടണി. കയറി കയറി. ഇനി ഇവനെ പിടിച്ചിട്ട് നമുക്ക് പുഴയൊക്കെ ഇറങ്ങണം. ഇതൊരു ഓഷ്യനായതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. അതുകൊണ്ട് നമുക്ക് തരേണ്ട ആവശ്യമില്ല. ഓഷ്യൻ എവിടെയാണ്? വള്ളത്തേക്ക് എത്തി. ഇനി നമ്മളെ ബാക്കിലും ഫ്രണ്ടിലും ഒന്നും കാണാൻ പറ്റൂല. ആ ഡിസ്റ്റൻസിൽ നമ്മൾ പോകണം. നമുക്ക് F5 അടിക്കാം. നമുക്ക് റെയ്ഡ് ഫാം ഉണ്ടാക്കാനാണ്. ഇനി പോട്ടെ. ഇനിയും പോണം. ഇതൊന്നും പോരാ. പോട്ടെ. അത് മതി. ഇതാവും ഒരു സേഫ്. നമ്മള് F5 തന്നെ അടിക്കണം. വേണ്ട, മുന്നിലും ഇല്ല, ബാക്കിലും ഇല്ല, സൈഡിലും ഇല്ല. ഒരു നിഗൂഢമായ ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മള് എന്താ പറയുക, ഗ്ലാസ് വീണം. അതുമൊരു പ്ലാറ്റ്ഫോം സെറ്റ് ആക്കണം. അതിന് മുന്നേ നമുക്ക് കല്ല് വെക്കാം. ഗ്ലാസ് അറിയാച്ച നമ്മളൊക്കെ ആകെ തുള്ളിയുള്ളൂ. ഇനി ഇങ്ങനെ പോട്ടെ. ഇനി ഈ ബ്ലോക്ക് പൊട്ടിക്കണം. ഇനി ഇത് നമുക്ക് ഗ്ലാസ് വെക്കാം. അങ്ങനെ 4x4 ആക്കട്ടെ. നമ്മളൊരു പ്ലാറ്റ്ഫോം പണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 2 ചെസ്റ്റ് വെക്കണം. കാരണം നമുക്ക് ഡ്രോപ്പ് എന്ന ചെസ്റ്റേക്കല്ലേ ഇരിക്കേണ്ടത്. നമുക്ക് ഒരു ഹോപ്പർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെക്കാം. ഈ ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ചാളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് 26 ബ്ലോക്ക് മേലേക്ക് കയറണം. ഇതിൻ്റെ 4 പാർട്ടും ഞാൻ കയറട്ടെ.
സോ ഗൈസ് നമ്മളിത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് F3 അമർത്തുക. എന്നിട്ട് ഇപ്പൊ ഫേസിങ് നമ്മൾ സൗത്തേക്കല്ലേ, ഫേസിങ് ഇപ്പോൾ സൗത്തേക്കും ഈസ്റ്റുക്കും ആണ്. അപ്പം ഇതാണ് നമ്മളെ കോർണർ, നമുക്ക് ഐഡൻറ്റിഫൈ ആയി. ഇനി നമുക്ക് 7x3 എന്നുള്ള മാതിരി ഒന്ന് സെറ്റ് ആവണം. അപ്പം ഗൈസ് നമ്മൾ ഇതങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒരു ലെയർ ഗ്ലാസ് വെക്കണം. നമുക്ക് അത് വെക്കാം. ഇതിന് ചുറ്റും ഗ്ലാസും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരിക, ഒരു ബ്ലോക്ക് വെക്കുക, ഈ 2 ട്രാപ്പ് ഡോർ ഇടുക. എന്നിട്ട് ഇതിങ്ങനെയും വെക്കുക, ഇത് ഇങ്ങനെയും വെക്കുക. എന്നിട്ട് ഈ വെച്ച ബ്ലോക്ക് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഈ ട്രാപ്പ് ഡോർ ഓപ്പൺ ആക്കുക, ഇതും ഓപ്പൺ ആക്കുക. ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്ലാബ് വെക്കണം. ജസ്റ്റ് മിസ് ചാവാതെ രക്ഷപ്പെട്ടത്. ചത്ത വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, നമ്മളത് പോകുന്നല്ലേ ഉള്ളൂ, എക്സ്പി പോകുന്നുള്ളൂ. ബാക്കി ഫുള്ള് ഓപ്പർ വലിച്ചെടുത്തോളൂ. പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടോ തോന്നുന്നു ഡാമേജ് അടിക്കാണ്. ഇനി ഒന്ന് മേലെ കയറട്ടെ. നമ്മളങ്ങനെ മേലെ കയറിയിട്ടുണ്ട്. കുറെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വീഴാതിരിക്കാണ്ടി നമുക്ക് ഇതൊന്ന് ക്ലോസ് ആക്കാം. ഇത് ഓപ്പൺ ആക്കാൻ മറക്കുവാന്നൊക്കെ വേണ്ടി നമുക്ക് ഇവിടെയും കൂടി സ്ലാബ് വെച്ചു. അഞ്ഞ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഇനി സൈൻ ബോർഡും വേണം, 2 ബെഡും വേണം, ലാവിയും വേണം. ഇനി ഞാൻ അത് പോയി ഗ്രാബ് ചെയ്യട്ടെ. ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ എന്താ പറയുക, ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വട്ടം ചത്തു. ഇങ്ങനെ വെള്ളം ഒഴിച്ചേ നേരെ ജമ്പ് ചെയ്തത് ഈ ഗ്ലാസ് നമുക്ക്. അങ്ങനെ നമ്മളൊരു വട്ടം ഡെഡ് ആയിക്കണു. വേറൊരു കുഴപ്പമില്ല. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ലാവ സെറ്റപ്പ് ചെയ്യണം. അതിന് ലാവ ഗ്യാദർ ചെയ്യാൻ പോയത് ഞാൻ. ഇനി നമുക്ക് ബെഡല്ലേ, പോട്ടെ, ഒരു ബെഡ്. ഇങ്ങനെ ഇപ്പം മേലെ ഒരു ബെഡ് ഇങ്ങനെ, പിന്നെ ഒരു ബെഡ് ബ്ലോക്ക് ഉണ്ട് എൻ്റെ ഒക്കെ. 2 ബ്ലോക്ക് ഉണ്ട്. ഇതിടുക, ഇതിൻ്റെ മേലെ കയറി നിന്നിടുക, അതാവും സേഫ്. ഒരു ബ്ലോക്ക്, ഒരു ബെഡ് ഇങ്ങനെ 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 ഇടുക. നമുക്ക് ഇതിങ്ങനെയായിട്ട് തോന്നുന്നു. ഇങ്ങനെയും വെക്കുക. നമ്മളൊക്കെയുള്ള സൈൻ ബോർഡ് ഒന്നിവിടെ, ഇനി ലാവ ഇവിടെ ഒഴിക്കുക. അപ്പം ഇത് ഇവിടെ അങ്ങനെ നിൽക്കും എന്നൊക്കെ തോന്നണേ. ഈ ബ്ലോക്ക് നമുക്ക് ഒട്ടിക്കാതെ ആവശ്യമില്ല. ഇത്ര തന്നെയുള്ള നമ്മളെ റെയ്ഡ് ഫാമിൻ്റെ പരിപാടി എന്നൊക്കെ തോന്നണത്. ഇനി വേറൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ ഉദ്ദേശിക്കണേ. ഇനി നമുക്ക് അടിയിൽ ഇറങ്ങാം. അയ്യോ വലിച്ചു കൊണ്ടുപോയല്ലോ നേരത്തെ അതിരി. ഒരു വട്ടം ചത്തിട്ട് തന്നെ മതിയായി. ഇങ്ങനെയൊന്ന് വെക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ഈ ഗ്ലാസ് മേലക്കോട്ടെ, ഈ ഒരു ബ്ലോക്ക് ഇടുക, ഇവിടെ ചാടുക, കയറുക, ഇത് പൊട്ടിക്കുക, നമ്മളടിക്ക് ചാടുക. നമ്മൾ ഒമ്നിമസ് ബോട്ടിൽ കൊടുത്തിട്ടില്ല. നമുക്ക് വില്ലേജറിനെ എങ്ങനെയും ഇതിൻ്റെ മേലെ കയറ്റണം. അതാണ് ഇനിയുള്ള ടാസ്ക്. ഇങ്ങനെ 1 2 3 ഇത്ര മതി എന്നൊക്കെ തോന്നുന്നു. ഇനി ഇവിടെ നമ്മൾ ഒരു ബാരൽ ഇങ്ങനെ വെക്കണം. എങ്ങനെയും വെച്ചാൽ ഞാൻ നല്ലപോലെ എടുക്കാൻ എങ്ങനെ വെച്ച് അപ്പം നല്ലപോലെ റെഡി ആവും ചെയ്തില്ല. ഇങ്ങനെ വെക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇനി ഇങ്ങനെ കയറാം. 1 ഗ്ലാസ് വെക്കാം. എന്നാൽ ഇവിടെ ഒന്നും സ്പോണാവില്ല. 2 ബഡി അങ്ങനെ തന്നെ. 1 2 കറക്റ്റ് അളവിനാന്ന് കൂടെ. നമുക്കൊരു ബട്ടൺ വെക്കാം മേലെ, വല്ല ടെമ്പററി ബ്ലോക്കും വെച്ചിട്ട്. ഇനി വില്ലേജറിനെ ഒന്നുകൂടി ഇങ്ങോട്ട് അടുപ്പിക്കണം, കാരണം കയറാൻ വേണ്ടിയിട്ട്. എത്ര അടുപ്പിച്ചാൽ മതിയോ? ഇതിപ്പോൾ ഓവറായാലും ഇത് മതിയാവുന്നൊക്കെ തോന്നണി. ഇനി ഹിറ്റ് ബോക്സ് എങ്ങനെ ഓണാക്കാന്നുള്ളത് ഞാൻ മറന്നു. ഞാൻ ബോട്ട് അടിയിൽ നിന്ന് കിട്ടിക്കൊണ്ട്
ഇപ്പൊ റെഡിയായി. ഞാൻ ജോബിന് കേറുന്നൊക്കെ തോന്നുന്നത്. ഓനൊന്ന് പുഷ് ചെയ്യാം. കേറ് കേറ് കരയെ കേറ്. ആ ഓൻ കേറി. ഞാൻ ആ ബ്ലോക്ക് മേലക്ക് കയറണം. അതാണ് ഇഞ്ഞുള്ളത്. എന്താ കേറാത്ത? ഞാൻ കണ്ട വീഡിയോയിലൊക്കെ വില്ലേജേഴ്സ് തന്നെ കേറിക്കണല്ലോ. കേറടും വില്ലേജേഴ്സ് അല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ വല്ലോ ചെയ്യുമ്പോ കേറ്. ആന ഒന്നും കണ്ടില്ല. ഞാൻ പോയി. വള്ളത്തേക്ക് ചാടുവോ ഇനി? എന്താ ട്രേഡ് ചെയ്യോ? ഇല്ലേ? എന്നാ വായി ഇങ്ങോട്ട് വാ. ഓ ഷിറ്റ്, വെറുതെ അല്ല. ഇതൊന്ന് രണ്ട് അങ്ങനെ വേണല്ലേ. ഇനി ഇതൊന്നുകൂടി റെഡി ആക്കട്ടെ. ഇനി ഇതൊന്ന് പൊട്ടിക്ക. ഒരു ബ്ലോക്ക് സാറേ ഒന്ന് മാറുവോ പ്ലീസ്? ഇനി കയറോ? ഇനി സാർ വില്ലേജർ കയറുണ്ട്. അപ്പൊ നേരത്തെ ആട്ടി നമ്മളെ കുഴപ്പം തന്നെ. ഇനി ഇവൻ എങ്ങനെയും ഉദ്യോഗ കുടിച്ച് തല്ല. അയ്യോ ചാട്. ഇവൻ ചാടി. ഇനി ഇത് ഇങ്ങനെയും വെക്കുക. അയ്യോ ഇങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് പൊട്ടിക്ക. ഇനി നമുക്ക് ഒരു ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാക്കാം. കാരണം ഇതുമ്മ വേണമെങ്കിൽ റൈഡിന്റെ ഇത് സ്പോണാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഇത് ഫുള്ള് പൊട്ടിക്കാം. ഇതിൻ്റെ ആവശ്യമല്ല. അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഇത് ഫുള്ള് അങ്ങോട്ട് പൊട്ടിക്കാൻ. നമുക്ക് ഒമ്നിമസ് ബോട്ടിൽ കുടിച്ചാൽ മതി എന്നൊക്കെ തോന്നണത്. ഈ സ്ലാബ് നമുക്ക് പൊട്ടിക്കണം. നമ്മള് സ്ലാബല്ലേ വെക്കണേ. നമ്മള് ഇത് വെക്കണേ ക്യാമ്പ് ഫയർ. ഇനി നമുക്ക് എന്തുകൊണ്ട് ഒമ്നിബസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പോയിട്ട് എടുക്കട്ടെ. നമ്മൾ ഒമ്നിബസ് ബോട്ടിൽ ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒമ്നിബസ് ബോട്ടിൽ ഫുള്ള് ഇതിക്ക് വെക്കാം. അതാവും നല്ലത്. പിന്നെ നമുക്ക് ഇവിടെ എൻ്റെ ഒരു തലയും തൂക്കിയിടാം. ബടി നമുക്ക് എല്ലായിടത്തും ഇവരെ തല വേണം. കാരണം നമ്മൾ ഇബല അങ്ങോട്ട് അടിച്ചടി തന്നെ. ഞാൻ നമുക്ക് ഒറ്റ ഒരു ബോട്ടില്ലേ ഇതെടുക്കാം. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഫാം വർക്കിംഗ് ആണോ അല്ലേ നമുക്ക് ഇപ്പം അറിയാം. ഫാം വർക്ക് ആവോ ഇല്ലേ നിങ്ങൾ തന്നെ പറയൂ. അയ്യോ സ്ലാബ് ബാക്കിയുണ്ടോ? ഇതൊക്കെ തീരുന്നോട്ടെ. നമുക്ക് ആവശ്യമില്ലാത്ത ഈ സോംബി ഇറച്ചി നമുക്ക് തീർക്കാം. സ്റ്റിക്കും ആവശ്യമുണ്ട്. സ്റ്റിക്ക് നമുക്ക് ഇവിടെ ആക്കാം. അതാവും നല്ലത്. നമുക്ക് റൈഡ് തുടങ്ങാൻ എത്ര മിനിറ്റ് ഉണ്ട്? 6 സെക്കൻഡ് കൂടി. വർക്കാവുമല്ലേ? നമുക്ക് വാളും പിടിക്കാം. നമ്മൾ വെട്ടൂല. കാരണം വെക്സെങ്ങാനും വന്നാൽ നമുക്ക് നല്ല പണിയിടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ആൻഡ് സീ. ഇത് ഫുള്ളായി എന്താ ഉണ്ടാവാന്നാവും. സൗണ്ടൊക്കെ കേൾക്കാണ്ട് അവിടെ സ്പോണായിന്നാവും. ഇത് വർക്കാവാത്ത അമ്മമാരെ സൗണ്ട് കേൾക്കാമല്ലോ. എന്നാ ബാർ ഫുള്ളാവും ചെയ്തുകൊള്ളും. ഒരു മിനിറ്റ്. ഇതുമ്മ ഉണ്ടെന്ന് പറയല്ലേ. ഇതൊന്നുമില്ലല്ലോ. എവിടെ ഗൈസ് ഈ റൈഡേഴ്സ്? ഒരു മിനിറ്റ്. കുറച്ച് ഡാമേജ് കാണാനുമില്ല. ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാനത് പൊട്ടിച്ചു. ഇനിയിപ്പോൾ എന്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ നമ്മളെ ഫാമിന്. സൗണ്ടും കേൾക്കാല്ല. ഒന്നുമില്ല. നമ്മക്കൊന്ന് മേലേക്ക് കയറി നോക്കണമല്ലോ. അയിമൊന്നും പോലെ കാണാനുമില്ല. ഇതിലെവിടെ സ്പോൺ ആയിക്കണപ്പോ? അയ്യോ എന്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. ഞാൻ നമ്മളെ ഫാമിനൊരു പ്രോബ്ലം ഇല്ല. ഫാം വർക്കിങ്ങനെയാണ് ഉള്ള. കുഴപ്പം എന്താന്ന് വെച്ചാ നമ്മളവിടെ ഒരു ട്രാപ്പ് ഡോർ അടക്കം മറക്കും പറഞ്ഞില്ലേ. നമ്മൾ ശരിക്കും മറന്നുകൂടും. അതാണ് മെയിൻ വിഷയം. നമുക്ക് അത് പോയിട്ട് തുറക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഫാം വർക്കാണല്ലോ. ഞാനത് പോയി തുറക്കട്ടെ. എല്ലാത്തിനും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇപ്പം നമ്മൾ അവിടെ അടുപ്പിക്കണില്ല. അതുപോലെ അത്രക്ക് സ്ട്രോങ്ങിലാ നിൽക്കണേ. ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? 2 ആൾക്കാരോടെ ഉള്ളു ബാക്കി. അപ്പം വലിയ സീൻ ഉണ്ടാവില്ല. വെട്ടട്ടെ ഒന്നുകൂടി. എന്നിട്ട് വരുമെന്നാവും. ഓനെയും കൊന്നു. ഇവനും ഒന്നുകൂടി. അയ്യോ എന്താ എടുത്തേക്ക് വരാത്ത? ഇവിടെ നിന്നോക്കട്ടെ.
ഓൻ ചത്തോ? ഓൻ ചത്തു. അങ്ങനെ ട്രാപ്പ് ഡോർ ഓപ്പൺ അല്ലേ? അപ്പൊ ട്രാപ്പ് ഡോർ ഓപ്പൺ ആക്കി ഇനി നമുക്ക് വേഗം അടിക്കാനെ പോവാം. അതാവും സേഫ്. ഇനി ഫാം വർക്ക് ആവേണ്ടതാണ് എന്നൊക്കെ തോന്നുന്നു. ഇപ്പൊ ഒരു ലൂട്ട് നമുക്ക് കയറിയിട്ടില്ല. ഫസ്റ്റ് റൈഡ് അത് വർക്കിങ്ങനെയാണ്. ഫാം നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് ആ സൗണ്ട് തുള്ളി ഓർക്കട്ടെ. ഈ സൗണ്ട് നിങ്ങളിന്നാട്ടൊന്നും കേൾക്കാറുണ്ട്. ബോക്സ് ഫ്രണ്ട്ലി മാസ്റ്റർ ബോർഡ് 40 25 കനഡ ഡൗൺ. ഇത് മതി. അയ്യോ ഇനി വെള്ളം താഴത്ത് തന്നെ ഇറങ്ങണല്ലോ. രണ്ടാമത്തെ റൈഡ് ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒന്നും കിട്ടിയില്ലേ? ഇതില് വെട്ടായിട്ട് നമുക്ക് എമറാൾഡ് കിട്ടണല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ? നമുക്ക് അടുത്ത ഫാമില് സെറ്റാക്കാൻ നോക്കാം. ഇതിലും ഒന്നും കിട്ടിയില്ല. റാവേജർ ഒന്നും കത്തുണ്ട്. ടോട്ട് നമുക്ക് എന്തായാലും എപ്പിസോഡിൽ കിട്ടുമെന്ന് ഉറപ്പായി. അയ്യടാ നീ ഇങ്ങനൊക്കെ ഞാൻ എന്തൊക്കെ പൊട്ടനോ? വിച്ചാണ്. അയ്യോ അപ്പൊ വിച്ചു മറ്റോനും ഒപ്പം നിന്ന സീനാവൂലേ? മറ്റൊപ്പം നിക്കണ്ടാവൂല. കാരണം ഓൻ തീപ്പെട്ട് ചാവും. വിച്ചു പോഷൻ അറിയാതിരുന്നാ മതിയായിരുന്നു. അതാവും സേഫ്. എന്നിട്ട് എന്തായാലും ഇതാകട്ടെ. മൂന്നാമത്തെ വേവാണ്. വെട്ടാ ആവാത്തെന്താ വലി? പുതിയ റൈഡ് തോട്ടം കയറിയിട്ടില്ല. എന്താന്നാവും ജമ്പിയട്ട. അപ്പൊ ഫാമെല്ലാം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ വേവ് കൂടിയും കഴിയണം. ഇത് മൊത്തം 4 വേവോ 5 വേവോ ഉണ്ടാവും. ഒമ്നിമസ് 2 ആണ്. ഇനി നമുക്ക് ഇത്രയും പോർഷൻ ഉണ്ട്. ഇത് എത്ര പെട്ടെന്നായിട്ട് ഇതിന് ടോട്ടം കയറിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുത്തനെ ഞാൻ കണ്ടു. യെസ് ടോട്ടം കയറി. ഓഫ് ഹാൻഡൊക്കെ അതൊന്ന് സേഫ്. അങ്ങനെ ഫസ്റ്റ് ടോട്ടം നമുക്ക് കിട്ടിയേക്കണം നമ്മളെ വേൾഡത്തെ. ഇനി നമുക്ക് വേവിൽ എത്രണ്ണം കിട്ടുമെന്നൊക്കെ അറിയില്ല. എന്നാലും ഒന്ന് കിട്ടി. ഇനി നമുക്ക് മരണത്തെ വല്ലാതെ പേടിക്കേണ്ട ആവശ്യമില്ല. നെതർ പോയാലും. കാരണം ലാവയും കൂടെ വലിയ സീൻ ഉണ്ടാവില്ല. ഇതെത്ര സ്പീഡിലാണ് ഇതില് തീരണി. ഇനി റാവേജറാണോ? റാവേജർ തന്നെ. 2 ടോട്ടം കിട്ടി. ഇത് മേലേക്ക് ഇരിക്കട്ടെ. ഇത്ര എഫിഷ്യൻ്റ് ആയിരുന്നു ഈ ഫാം. ഇത്ര എഫിഷ്യൻ്റ് ആണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല. സൈഡില് കിട്ടാൻ ചാൻസ് കുറവാ. കണ്ടോ റാവേജർ അങ്ങനെ ജാവണി. അതിന് മേലെ കടന്നിട്ട് മേലെ വാട്ടറും ഇല്ലല്ലോ ഇങ്ങോട്ടെത്താന്. അതോ തോന്നണു. എന്നാലും വിഷയല്ല. സൈഡിലൊന്നും അമ്മക്ക് വേണ്ട. നമുക്ക് നടന്നിട്ടോ ഇലയിട്ടിറങ്ങിയും പോവാം. അതാവും നല്ലത്. അയ്യോ റൈഡ് എന്താ കഴിയാത്ത? ഹീറോ ഓഫ് ദ വില്ലേജ് ആയി. നമുക്ക് ഈ ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിക്കാം. കാരണം ഇനി നമുക്ക് ബനിയെ ട്രേഡ് ചെയ്യാലോ. ഓഫറൊക്കെ തരുന്നുണ്ടല്ലോ ഒക്കെ. ഇപ്പൊ എത്ര ടോട്ടം ഉണ്ട്? 2 ടോട്ടം തന്നെ ഉള്ളു നമുക്ക് കിട്ടിയത്. അപ്പൊ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.